ഹലോ, ഇന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞാൻ കണ്ടതാണ് ഈ കുറച്ച് ക്യാരറ്റ്സിനെ. അപ്പം തന്നെ ഞാൻ നിങ്ങൾ ആ മുകളിൽ കാണുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ ഇറങ്ങി പുറപ്പെട്ട സമയം കുറച്ച് തെറ്റായിരുന്നു എന്നൊരു സംശയം. എൻ്റെ SSLC IT പബ്ലിക്കിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നോക്കണ്ട, നമുക്ക് എപ്പോഴാണ് എന്താ ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ അപ്പം ചെയ്യണം ഗൈസ്, അങ്ങനെയാണ്. അപ്പം ഞാൻ ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് എത്രയാണ് ഗീ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കും. എനിക്ക് തോന്നിയ കണക്കിനാണ് ചേർത്തത്. എന്നിട്ട് ആ ഗീ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. ആ ക്യാരറ്റിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ട് ആ നെയ്യിൽ നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലോട്ട് ഒരു ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പൊക്കെ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഷുഗറിൻ്റെ സിറപ്പൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ പാലും മിൽക്കും കൂടി നന്നായിട്ട് വറ്റി വരണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റി വരുത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ രണ്ടും കൂടി നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം ഫോർ എക്സ്ട്രാ ടേസ്റ്റ്. അങ്ങനെ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തെടുക്കുക. പിന്നെ ഇതിലോട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഗൈസ്, അണ്ടിപ്പരിപ്പ്. പക്ഷേ ഞാൻ അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് എന്നോട് അതില്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷേ ഐസ്ക്രീമും കൂട്ടി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തൃപ്തിപ്പെട്ടു. എന്നിട്ട് അതൊരു അടിപൊളി ബൗളിലോട്ട് സെറ്റ് ചെയ്യാൻ ഞാനൊരു പേട്ട ബൗളാണ് സെറ്റ് ചെയ്തത്. എന്നിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.